എന്തൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. മനസ്സിൽ കോടീശ്വരനായിട്ട് പെട്ടെന്ന് തെണ്ടിയായി പോയോളൂ തോന്നുന്നു എനിക്ക്. എന്നാലും ആരായിരിക്കും ഒറിജിനൽ സ്വർണവും പണവും എല്ലാം കൊണ്ടുപോയത്? ആ പെരുങ്കള്ളി ആയിരിക്കോ മൈഥിലി? ഏയ്, അവൾക്ക് അത്രയ്ക്കൊക്കെ ബുദ്ധിയുണ്ടോ? ഇനി ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആയിരിക്കും മോളെ. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവയ്ക്കണം. ഞാനിത് കാറിലേക്ക് എടുത്ത് വെക്കട്ടെ? ഓക്കെ. എനിക്കിതൊന്നും തീർത്തങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാലാമണിയെ ഒഴിവാക്കിയപ്പോ കഴിഞ്ഞില്ലേ, പിന്നെ ഇവളെ കൊല്ലാൻ നോക്കുന്ന എന്തിനാ? എനിക്കും അതാ അമ്മേ മനസ്സിലാവാത്തത്. രാഘവൻ പറയുമ്പോഴും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. ശവത്തിനോട് പോലും പ്രതികാരഭാവത്തിൽ ചവിട്ടും തൊഴിയും. ഇതങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീട്ടിലേക്ക് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. ഇറക്കി വിടും ഞാൻ. വഴിയിലേക്കല്ല, കേസ് കൊടുത്ത് ജയിലിലേക്ക്. ഇപ്പൊ അങ്ങനെ ചെയ്താൽ അത് ദോഷം ചെയ്യും. തൽക്കാലം ഇങ്ങനെ തന്നെ പോണം. ഇതൊക്കെ അറിഞ്ഞിട്ടൊന്നും ചെയ്യാതെ ഞാൻ വെറുതെ ഇരിക്കണോ? വേണം. കുറച്ചു കാലം കൂടി നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ടെന്നാ ആനന്ദ് പറഞ്ഞത്. വിവരമുള്ള കൊച്ചല്ലേ, അവൻ വെറുതെ പറയൂ. ബാലാമണി മരിച്ചു എന്നാ കവിത വിചാരിച്ചിരിക്കുന്നത്. മരിച്ചു കിടക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ടു. ശവം കായലിലെറിയുന്നതും. തൽക്കാലം ഇനിയൊരു ഉപദ്രവം ഉണ്ടാവില്ല. മറിച്ച് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വീണ്ടും ഒരു കൊലപാതക ശ്രമം ഉണ്ടാവും. കവിതയെ പോലീസ് കൊണ്ടുപോയാൽ പിന്നെ ആരെ ഉപദ്രവിക്കാൻ വരുന്നത്? അവിടെയാ അഴകത്തമ്മയ്ക്ക് തെറ്റിപ്പോയത്. കവിത ഒരാൾ മാത്രമല്ല, അവളുടെ പിന്നിൽ ആരൊക്കെയുണ്ട്. അവൾ അകത്ത് പോയാ ആ നിമിഷം ഒന്നിൽ കൂടുതൽ കൊലപാതകങ്ങൾ നടക്കും. അതിൽ ഞങ്ങളും അഴകത്തമ്മയുടെ കുടുംബവും ഒക്കെ പെടും. ആരെങ്കിലുമൊക്കെ പരസ്പരം വെട്ടിമരിക്കും. അതൊഴിവാക്കാനാ തൽക്കാലം എല്ലാം മറച്ചു വയ്ക്കാൻ ആനന്ദ് സാർ പറഞ്ഞത്. ഞാൻ അഴകത്തമ്മയെ കണ്ടപ്പോഴും കൂടുതലൊന്നും പറയാത്തത് ഈ പേടികൊണ്ടാ. ആനന്ദ് വെറുതെ പറയില്ല. ആലോചിക്കാതെ ഒന്നും തീരുമാനിക്കില്ല അവൻ. ഒന്നിറങ്ങണം. ലൈസൻസ് ഉണ്ടോ? എടുക്ക്. എല്ലാ പേപ്പേഴ്സും കറക്റ്റാ. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെത്തണം. ഞാൻ സകല പേപ്പേഴ്സും തന്നിട്ട് പോവാം. സ്റ്റേഷൻ ഏതാന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അങ്ങനെ തിരക്ക് പിടിക്കില്ല മാഡം. ഒരു 5 മിനിറ്റ്. മാഡം ഒന്നും വിചാരിക്കരുത്. കള്ളപ്പണത്തിന്റെ ഒരു ഒഴുക്കുണ്ട് ഈ റൂട്ടിൽ. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അതുകൊണ്ട് ഇറങ്ങിയതാ. മാഡം ഒന്ന് സഹകരിക്കണം. പരിശോധിക്കും സർ. മാഡം എവിടെ പോവാ? എന്റെ വീട്ടിലേക്കാ. ഞാൻ അഴകത്തെയാ. അഴകത്തെയോ? അഴകത്തെ ആരാ? സുമംഗല മേടെ മരുമകളാ. ഇളയ മകൻ അനന്തുവിന്റെ ഭാര്യ. മതി പരിശോധിച്ചത്. ഇത് നേരത്തെ പറയണ്ടായിരുന്നു മാഡം. തടഞ്ഞു നിർത്തുക പോലും ഇല്ലായിരുന്നു. അഴകത്തെ സഹായം കൊണ്ടാ എന്റെ കുടുംബം ഇതുവരെ ജീവിച്ചത്. എന്താ സാറേ? ഒന്നുമില്ല. മേഡം അഴകത്തെയാ. ചെല്ലു മാഡം, ചെല്ലു. നാളെ
അമ്മയും ചേച്ചിയും കൂടെ വരും വീട്ടിലേക്ക്. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും പരസ്പരം പരിചയപ്പെട്ടിരിക്കണ്ടേ? തീർച്ചയായും. അല്ലെങ്കിലും ചടങ്ങുകൾ ചടങ്ങുകളായിട്ട് തന്നെ നടത്തണം. അമ്മയും സഹോദരി മാത്രമേ വരുള്ളൂ. അതിന്റെ ആവശ്യമുള്ളൂ. ബന്ധുക്കാരെയൊക്കെ പിന്നെ അറിയിച്ചാൽ മതിയല്ലോ. പൊതുവെ ആർഭാടമൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് തമ്പി സാർ. ഞാനത് പറയാൻ കൂടിയാ തമ്പി സാറിനെ കാണാൻ വന്നത്. എന്താ കാർത്തിക്? അഭിരാമിയെ മുമ്പൊരാൾ വിവാഹം കഴിച്ചാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. തമ്പി സാറ് ഭയപ്പെടുകയൊന്നും വേണ്ട, ഞാനതൊക്കെ പറഞ്ഞോളാം. പറയണം കാർത്തിക്, ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒരു ജീവിതം എൻ്റെ കുട്ടിക്ക് വേണ്ടതാനും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയല്ല. സത്യത്തിൽ എനിക്ക് മാത്രം വേണ്ടി ജീവിക്കുന്നവരാ എൻ്റെ അമ്മയും ചേച്ചിയും. അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ എന്നെ ചുറ്റിപ്പറ്റിയ. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ അവർക്ക്. മറ്റാർക്കും വേണ്ടിയല്ല, അഭിരാമിക്ക് വേണ്ടിയാണ് ഞാനിതൊന്നും പറയാത്തത്. പറഞ്ഞില്ലെങ്കിലും അവരറിയില്ലേ കാർത്തിക്? എന്തൊരു വിഡ്ഢിത്തമായത്. പറയാതിരിക്കില്ല സർ. അഭിരാമിയെ കണ്ട അവർക്ക് ഇഷ്ടപ്പെടും. കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞോളാം. അതല്ലേ നല്ലത് സർ. കാണുന്നതിന് മുമ്പേ പറഞ്ഞ ആ ഒരു കണ്ണിലൂടെയല്ലേ അഭിരാമി അവർ നോക്കൂ. എന്നാലും അത് ശരിയാവില്ല കാർത്തിക്. വക്കീൽ കോട്ടിട്ട സമയങ്ങളിൽ പറഞ്ഞ കള്ളങ്ങൾ ഒഴിച്ചാൽ ജീവിതത്തിൽ 100% സത്യസന്ധത കാണിച്ചിട്ടുണ്ട് ഞാൻ. എനിക്കറിയാം, ഒന്നും മറച്ചു വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നാളെ അവർ വരുമ്പോൾ ഈ ഒരു കാര്യം സംസാര വിഷയം ആകാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലെങ്കിലും അഭിരാമി പറയും. ഇല്ല, പറയിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യങ്ങളും വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അഭിരാമിയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കയറി അവളൊന്നും പറയില്ല. ഇതൊരു ചീറ്റിംഗ് അല്ലേ കാർത്തിക്? പിന്നീട് അറിയുമ്പോൾ അവർക്കതൊരു ഷോക്കാവും. ഇല്ല, നാളെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം പറയും. ഇതൊരു 2ാം വിവാഹമാണെന്ന് ആദ്യം കാണുമ്പോഴേ അവരറിയണ്ട, അത്രേ ഉള്ളൂ. സർ, സാറിങ്ങനെ ടെൻഷൻ ആവണ്ട. അഭിരാമിയെ താലി കെട്ടും മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കും. ഉറപ്പല്ലേ? എൻ്റെ മോളുടെ ജീവിതം. എന്നെ വിശ്വസിക്കൂ തമ്പി സർ. എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമില്ലേ ഇത്? കൊച്ചിനെ കണ്ടിട്ട് അസുഖമുള്ളതുപോലെയൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നില്ല. ചില സമയത്ത് എനിക്ക് തന്നെ സംശയം തോന്നും അസുഖം ഉണ്ടോന്ന്. പക്ഷേ വേദന വരുമ്പോ ഒരു വരവാ. ഇപ്പൊ അങ്ങ് മരിച്ചു പോകുന്നു തോന്നും. ഓ, എന്താ ഓപ്പറേഷൻ നടത്താത്തത്? പേടിയായിരുന്നു അഴകത്തമ്മേ. പിന്നെ കാശും കുറച്ചൊന്നും പോരല്ലോ. കാശിന്റെ കുറവ് കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കണ്ട. എത്ര വേണമെങ്കിലും ഞാൻ തരാം. വേണ്ട, ബാലാമണി അവളുടെ ആഭരണങ്ങൾ എടുത്തു തന്നു. അവളുടേത് വലിയ മനസ്സാ. ആ പുണ്യം കൂടി എന്റെ കൊച്ചിന് കിട്ടട്ടെ. എന്നാ അത് മതി. ഇനി എന്റെ കാശെന്നും അവളുടെ കാശെന്നും എനിക്ക് വ്യത്യാസമില്ല. അഴകത്തെ അനന്തരാവകാശി അവളാ. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ, ഞാൻ അവളെ തിരിച്ചുകൊണ്ട് പോകും. അപ്പോ ഞാനും കൂടി വന്നോട്ടെ? എന്നാ എനിക്കെപ്പോഴും ബാലിജി കണ്ടുകൊണ്ടിരിക്കല്ലോ. അഴകത്തമ്മ പേടിക്കണ്ട, എന്നെ കൊണ്ടുപോയ വലിയ ചെലവൊന്നും വരില്ല. പോ കൊച്ചേ, എന്നെ കളിയാക്കാണോ നീ? കർത്തു, ഓപ്പറേഷനൊക്കെ കഴിയട്ടെ. ഇവളെ ഞാൻ സ്പോൺസർ ചെയ്യാം. ഇവളുടെ പഠിപ്പും ചെലവും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. കുറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അനിയേട്ടൻ്റെ പാർട്ടിയിലാണ് മദ്യം കഴിച്ചത്. തുടങ്ങാനാ പാട്. തുടങ്ങിയ പിന്നെ അതൊരു സുഖമല്ലേ എന്നേട്ടാ? പിന്നല്ലാതെ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ. കുറെ കാശുണ്ടാക്കിയിട്ട് മാത്രം എന്താ കാര്യം? അനന്തു, കാര്യം നീ എൻ്റെ പെങ്ങളെ കെട്ടിയവനാ. എന്നാലും ഞാൻ പറയുക, ജീവിതം ആഘോഷിക്കാനുള്ളതാ. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധം തോന്നരുത്. അത് നേരാ. എന്നും ടെൻഷനാ. ഒരു റിലീഫൊക്കെ വേണ്ടേ ജീവിതത്തിൽ? ചിലപ്പോൾ തോന്നും എല്ലാം വിറ്റ് കളഞ്ഞിട്ട് കാശും ബാങ്കിലിട്ട് വെറുതെ ഇരിക്കാം. എങ്ങനെ വിൽക്കും? ഒന്നും അനന്തുവിൻ്റെ പേരിലല്ലല്ലോ. ആര് പറഞ്ഞു? അനിയേട്ടനോ കവിതയ്ക്കോ അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ട് എനിക്ക്. ഈ ലോകത്ത്
ആരും അറിയാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അത്? എന്നോട് പറഞ്ഞൂടെ? പറഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം പറയാം, കോടിക്കണക്കിനുണ്ട് എൻ്റെ പേരിൽ. അതറിഞ്ഞാൽ പിന്നെ എന്നെ കൊന്നിട്ടായാലും സ്വത്ത് കൈക്കലാക്കും പലരും. എൻ്റെ ഒരു ഒപ്പ് മതി അനിയേട്ടാ. അനിയേട്ടന് വേണമെങ്കിൽ കോടീശ്വരനാവാം. എനിക്ക് കോടീശ്വരൊന്നും ആവണ്ട, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം, അനിയേട്ടൻ പാവാ, കവിതയും പാവാ. പക്ഷേ വേറെ പലരും സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു ബിസിനസ്സുകാരൻ ഒന്നും വിട്ടു പറയാൻ പാടില്ലെന്നല്ലേ? ഇതെന്താച്ചാ പതിവില്ലാത്തൊരു നടത്തവും പുഞ്ചിരിയും. ഇന്നെൻ്റെ മനസ്സ് നിറഞ്ഞ ദിവസമാണ്. കാർത്തിക്കിൻ്റെ വീട്ടുകാർ വന്ന് കണ്ടിട്ട് പോയാ പിന്നെ ഒരുപാട് താമസിയാതെ കല്യാണം നടത്തണം. അതോർക്കുമ്പോൾ സന്തോഷമല്ലേ മനസ്സിന്? അച്ഛൻ്റെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് അത്ഭുതം. ഇങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതെന്താ കഴിയാത്തത്? നിന്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ? ആണ്. പക്ഷേ ഇതാദ്യത്തേതല്ലല്ലോ അച്ഛാ. ഒരിക്കൽ ഒരുപാട് സന്തോഷിച്ച് ഭർത്താവിന്റെ ആൾക്കാരെ സൽക്കരിച്ചതാ ഞാൻ. എത്രയൊക്കെ ആയാലും കാർത്തിക്കിന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഒരു രണ്ടാം കെട്ടുകാരുടെ വില എനിക്കുണ്ടാവും. ആര് പറഞ്ഞു അത്? 4 മാസം തികച്ച് ജീവിച്ചില്ലല്ലോ ഒരാളുടെ കൂടെ, പിന്നെന്താ? ഒരു ദിവസമാണ് കൂടെ താമസിച്ചതെങ്കിലും അതൊരു ബ്ലാക്ക് മാർക്കല്ലേ? ഒരു മാർക്കുമില്ല. നീയായിട്ട് അതൊന്നും കൊട്ടിഘോഷിക്കാതിരുന്നാ മതി. ഞാൻ പറയുന്നത് എന്തിനാ? എല്ലാം കാർത്തിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലേ? പറഞ്ഞിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, നീയായിട്ട് പറയാൻ നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. അവനവന്റെ കുറവുകൾ അവനവൻ തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന എന്തിനാ? കാർത്തിക്കിന് ഒരുപാട് സ്വന്തക്കാരുണ്ട്. എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല അവൻ. അത് ശരിയാവില്ലല്ലോ. എല്ലാവരും അറിയണ്ടേ? ഒളിച്ചു വെച്ചിട്ട് എന്തിനാ? ഒളിച്ചൊന്നും വെച്ചിട്ടില്ല. ഇനി നീയായിട്ട് വിളിച്ചു പോകണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. ലച്ചു, ലച്ചു, ഏതോ അസ്പ, ആസ്പ അങ്ങനെ മതി. ഏതോ അസ്പരത്ത് ഇവിടെ വന്നെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് അറിഞ്ഞു. എല്ലാ നാട്ടുകാര് പറഞ്ഞിട്ട് വേണമല്ലോ ഈ ബാക്കിയുള്ളവർ അറിയാൻ. നീ കണ്ടോടി ആ രാജകുമാരിയെ? ഒന്ന് മിണ്ടാതിരിക്കോ? എന്തൊരു നല്ല അമ്മയാ വന്നിരിക്കുന്നറിയാമോ? കോടിക്കണക്കിന് പണമുണ്ട്. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം അഴകത്തമ്മയ്ക്കില്ല. അഴകത്തമ്മയ്ക്ക് നിങ്ങൾ കുടിച്ചേച്ച് വേണ്ടാത്തൊന്നും പറയില്ലേ? നല്ല സംസ്കാരമുള്ള വീട്ടിലെ അമ്മയാ, നമ്മുടെ ബാലാമണിയുടെ അമ്മയ്യാ. ഓഹോ, എന്നാ നീ നോക്കിക്കോ, ഞാൻ ഡീസന്റ് ആയിരിക്കും. ഈ ഭാർഗവൻ ഡീസന്റാ. അഴകത്തമ്മ ഈ ഭാർഗവനെ കൈകൂപ്പി തൊഴും. ഞാൻ കൈകൂപ്പി തൊഴുതാ മതിയോ? അയ്യോ, എന്നെ ആരും തൊഴുതിട്ടില്ല, തൊഴിച്ചിട്ടേ ഉള്ളൂ. ഇവൻ ഒരുത്തൻ അഴകത്തമ്മേ, എന്റെ വീടിന്റെ ശാപം. ഇങ്ങനെ തലതെറിച്ചവന് എന്റെ മോളെ കൊടുത്തുപോയല്ലോ എന്നുള്ള വിഷമമായ എനിക്ക്. തലതെറിച്ചോലൊന്നും അല്ല, ഭാർഗവേട്ടന് ഇത്തിരി കുടിക്കുമെന്നേ ഉള്ളൂ. കണ്ടില്ലേ, എത്ര വഴക്കുണ്ടാക്കിയാലും തല്ലിയാലും ഇവളവനെ കുറ്റം പറയത്തില്ല. അതാ കുഴപ്പം. എന്തിനാ ഭാർഗവൻ ഇങ്ങനെ കുടിക്കുന്നത്? വിഷമം കൊണ്ടാ. ഒരു തൊഴിലുമില്ല, വരുമാനവും ഇല്ല. ആരെങ്കിലും മേടിച്ചു തരും, കുടിക്കും. എന്നാ ഇനി കുടിക്കണ്ട. ജോലിയോ അതിനുള്ള കാശോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഒരു ദിവസം അഴകത്തേക്ക് വന്നാ മതി. സത്യമാണോ?
സത്യം. പക്ഷേ ഇനി കുടിക്കരുത്, വഴക്കുണ്ടാക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു, 100 വട്ടം സമ്മതിച്ചു. ലച്ചു പറഞ്ഞു നേരാ ലച്ചു, നല്ല തങ്കപ്പെട്ട സ്വഭാവമാ. അമോളെ, എന്തായി? എല്ലാം തിരിച്ചു വെച്ചോ? ഇല്ല, മുറി തന്നെ ഇരിക്കുക. എന്റെ അനിയേട്ടാ, ഒരു കണക്കിനാ ഞാൻ ഇവിടെ എത്തിയത്. വഴിയിൽ പെട്ടുപോയേനെ. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്ത് പറ്റി മോളെ? വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവരെന്റെ ബാഗ് തുറക്കാൻ നോക്കി അനിയേട്ടാ. പേടിച്ചു പോയി ഞാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറ. ഒന്നും സംഭവിച്ചില്ല. ദേവ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബാഗ് തുറക്കാൻ വേണ്ടി എടുത്തപ്പോഴാ ഞാൻ അഴകത്തെയാണെന്ന് പറയാൻ എനിക്ക് തോന്നിയത്. പിന്നെ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. അഴകത്തുള്ളവരെ പോലീസിന് അറിയായിരുന്നു അല്ലേ? അഴകത്തെ ഉപ്പും ചോറും തിന്നതിന്റെ നന്ദി കാണിച്ചു ആ SI. അഴകത്ത് വീടെന്ന് പറയുന്നത് ഒരു സംഭവം അനിയേട്ടാ. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. ഞാൻ ഇതൊക്കെ ഒന്ന് തിരിച്ച് അറപ്പുരേ തന്നെ വയ്ക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല. നല്ല അവസരമാ. എല്ലാം തിരിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് ഞാൻ വിളിക്കാം. ശരി. ശരി, ഓക്കെ. അമ്മ ഇറങ്ങാം. ഇനിയും വരാം. ഒരുപാട് കാലം മോൾ ഇവിടെ നിൽക്കേണ്ടി വരില്ല. അമ്മ വെറുതെ വിളിച്ചോണ്ട് പോവുകയായിരിക്കില്ല ചെയ്യുന്നത്. എനിക്കിവിടെ സുഖമാണമ്മേ. ഞങ്ങൾക്കും ബാലാമണി പോകുന്നതിൽ സങ്കട. എന്നാലും കൊണ്ടുപോണം. ഇവിടെയൊന്നും ജീവിക്കേണ്ട കുട്ടിയല്ല ഇവള്. എന്റെ മനസ്സിൽ കണക്കുകൂട്ടലുകളുണ്ട്. അത് വെറുതെയല്ല. പോകാം. ആരോടും യാത്ര പറയുന്നില്ല. ഇനിയും വരാനുള്ളതല്ലേ. ശരി. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി അമ്മയ്ക്ക് പറയാനുണ്ട്. ചോറ്റാനിക്കര തൊഴാൻ പോകുന്നു പറഞ്ഞ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. എന്റെ കൂടെ വന്ന ആള് ഇങ്ങോട്ട് വരാൻ പേടിച്ചിട്ട് ഒരമ്പലത്തിന്റെ ഊട്ടുപുരയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായിട്ട്. നിന്റെ അച്ഛൻ. കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുറ്റബോധ. അത് ശരിക്കും എന്താന്ന് വെച്ചാൽ അനിയേട്ടാ, ഞാനിതൊക്കെ നിർത്തിയതാ. ഇപ്പം അനിയേട്ടൻ നിർബന്ധിച്ചോണ്ടാ. അത് സാരമില്ല അനന്തു. അല്പം മദ്യം ബുദ്ധി ഉണർത്തുന്ന. ഉണർത്തി 4 പെഗ് കഴിഞ്ഞപ്പോൾ ഒരു സംശയം. എന്താടാ? സത്യത്തിൽ ഞാനൊരു ഫാദറല്ലേ? പള്ളിയിലല്ല, ജീവിതത്തിലെ. ജീവിതത്തിലെ? ബാലാമണിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലേ? വീണ്ടും മദ്യകത്ത് ചെന്നപ്പോ ഒരു 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 നിഴല് പോലെ അവളുടെ രൂപം എനിക്ക് ചുറ്റും കറങ്ങുക. ഏയ്, ബാലാമണി ശരിയല്ലടാ. അവൾക്ക് നിന്റെ ചേട്ടൻ ആനന്ദിനോടാ ഇഷ്ടം. അവന്റെ കുട്ടി അവളുടെ വയറ്റില്. മദ്യം കഴിച്ചിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ
പിറ്റേ ദിവസം ഞാൻ മറന്നു പോവുക. കഴിഞ്ഞ ദിവസം ഞാനത് ശ്രദ്ധിച്ചു. തലേദിവസം നന്നായിട്ട് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ കാർ ഓടിച്ചൊന്നും ഓർമ്മയില്ല. പോർച്ചിൽ ചെന്ന് നോക്കുമ്പോൾ കാറ് കൃത്യമായിട്ട് ഒരു നൂല് പിടിച്ച പോലെ ഞാൻ കൊണ്ട് ഇട്ടിരിക്കുക. സെൻട്രൽ ലോക്ക്, ഹാൻഡ് ബ്രേക്ക് എല്ലാം കൃത്യം. പക്ഷെ ഒന്നും ഓർമ്മയില്ല. ഇനി അതുപോലെ എങ്ങനെ സംഭവിച്ചാണോ അനിയേട്ടാ? വണ്ടി വേറെ മനുഷ്യൻ വേറെ, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഇല്ല, ചെയ്യുന്നില്ല. ഒരു നിഴല് പോലെ, നിഴലാട്ടം പോലെ ബാലാമണി.